കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഒരു നിയന്ത്രണവും കൂടാതെ ഉയരുകയായിരുന്നു റിയാദിലെ വാടക നിരക്ക്. സൗദിയിലെ പ്രവാസി താമസക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് സൗദിയിൽ വൈറ്റ് ലാൻഡ് ടാക്സ് നിയമം വരുന്നത്. തൊട്ടു പിന്നാലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൗദി കിരീടാവകാശി ഒരു കാര്യം കൂടി പ്രഖ്യാപിച്ചു. 5 വർഷത്തേക്ക് റിയാദിൽ വാടക വർധന പാടില്ല. ഈ നിയമത്തിൻ്റെ ഉള്ളറകളും സാധ്യതകളും ഒപ്പം പരാതിപ്പെടേണ്ട രീതിയും പരിചയപ്പെടുത്തുകയാണ് ഇനി. അനിയന്ത്രിതമായി ഉയർന്ന വാടക നിരക്കുകൾ റെസിഡൻഷ്യൽ കൊമേഴ്സ് മേഖലകളിൽ റിയാദിൽ വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. 2019 മുതൽ റിയാദിലെ അപ്പാർട്ട്മെന്റ് വാടക 82% വരെ ഉയർന്നു. വില്ല വിൽപ്പന നിരക്ക് 50%. നൈറ്റ് ഫ്രാങ്കിന്റെ 2025 റിപ്പോർട്ട് ഇക്കാര്യം പുറത്തുവിട്ടിരുന്നു. എന്നുവെച്ചാൽ 20,000 റിയാൽ ഉണ്ടായിരുന്ന വാടക ഒറ്റയടിക്ക് 30,000 വരെ കടന്നു. വൻ സാമ്പത്തിക ഞെരുക്കം ഇത് വ്യാപാരികൾക്കും സൗദികൾക്കും പ്രവാസികൾക്കും വാടക ഇനത്തിൽ സൃഷ്ടിച്ചു. മാത്രവുമല്ല, ഈജാർ കരാറിലെ നിബന്ധനകൾ ദുരുപയോഗം ചെയ്ത് ആളുകളെ ഒഴിപ്പിച്ച് പുതിയ ആളുകൾക്ക് കരാർ നൽകും. അവരിൽ നിന്ന് ഉയർന്ന വാടകയും ഈടാക്കും. ഈ ട്രെൻഡും വിപണിയിൽ വർദ്ധിച്ചു. ആരോഗ്യകരമല്ലാത്ത ഈ പ്രവണതകളെക്കുറിച്ച് റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റി അഥവാ റീഗ പഠനം നടത്തിയിരുന്നു. സൗദി കിരീടാവകാശിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. ഇവർ നൽകിയ റിപ്പോർട്ടിൽ വാടക കൃത്രിമമായി വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തി. ഇതിന് പിന്നാലെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ഉത്തരവിറങ്ങി. അഞ്ചു വർഷത്തേക്ക് റിയാദിലും അതോറിറ്റി നിശ്ചയിക്കുന്ന മറ്റ് നഗരങ്ങളിലും വാടക നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് 5 വർഷത്തേക്ക് വിലക്ക്. പ്രവാസി ബിസിനസ്സുകാർക്കും താമസക്കാർക്കും ആശ്വാസം നൽകുന്നതാണ് തീരുമാനം. ഉത്തരവിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. 2025 സെപ്റ്റംബർ 25 മുതൽ ഉത്തരവ് പ്രാബല്യത്തിലായിട്ടുണ്ട്. ഇത് പ്രകാരം റിയാദിന്റെ നഗരപരിധിക്കുള്ളിൽ നിലവിലുള്ളതും പുതിയതുമായ എല്ലാ റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ വാടക കരാറുകൾക്കും 5 വർഷത്തേക്ക് വാടക വർധന പാടില്ല. അതായത് 1 റിയാൽ പോലും വർദ്ധിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഈ ഉത്തരവ് റിയാദിന് പുറമെ മറ്റ് നഗരങ്ങളിലേക്കോ ഗവർണറേറ്റുകളിലേക്കോ അതോറിറ്റിക്ക് വേണമെങ്കിൽ വ്യാപിപ്പിക്കാം. മുൻപ് വാടകക്ക് നൽകുകയും ഇപ്പോൾ ആളില്ലാത്തതുമായ വില്ലകൾ, അപ്പാർട്ട്മെന്റുകൾ എന്നിവയ്ക്കെല്ലാം ഏറ്റവും ഒടുവിലുള്ള ഈജാർ കരാറിൽ രേഖപ്പെടുത്തിയ വാടകയാണ് ഇനി ബാധകമാവുക. അതേസമയം മുൻപ് വാടകക്ക് നൽകാത്ത പുതിയ കെട്ടിടമാണെന്ന് കരുതുക. അവയിൽ വാടക ഉടമയും വാടകക്കാരനും തമ്മിലുള്ള ധാരണയിലൂടെ നിരക്ക് നിശ്ചയിക്കാം. എല്ലാ വാടക കരാറുകളും ഈജാർ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണം. ഇത് ഉടമക്കോ വാടകക്കാരനോ അപ്ലോഡ് ചെയ്യാം. ആ കരാറിലെ നിബന്ധനകൾ 60 ദിവസത്തിനകം ചോദ്യം ചെയ്യാം. ആരും ചോദ്യം ചെയ്യാത്ത പക്ഷം കരാർ നടപ്പിലായതായി കണക്കാക്കപ്പെടും. വാടക വർദ്ധിപ്പിക്കാൻ പഴയ വാടകക്കാരനെ ഇറക്കിവിടുന്ന ട്രെൻഡും റിയാദിൽ വർദ്ധിച്ചിരുന്നു. ഇതിനും പുതിയ നിയമം മൂക്കുകയറിടുന്നു. താമസക്കാരനെ ഒഴിപ്പിക്കാൻ കരാർ കാലാവധി അവസാനിക്കുന്നതിന് 60 ദിനം മുന്നേ തന്നെ എഴുത്തുമൂലം അറിയിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കരാർ ഓട്ടോമാറ്റിക്കായി പുതുങ്ങിയതായി കണക്കാക്കും. ഇനി താമസക്കാരൻ തുടരാൻ ആഗ്രഹിക്കുമ്പോഴും കെട്ടിട ഉടമക്ക് അയാളെ ഒഴിപ്പിക്കണമെങ്കിൽ 3 സാഹചര്യങ്ങളിലേ അത് സാധിക്കൂ. 1. വാടക കൃത്യമായി നൽകാതിരിക്കൽ. 2. കെട്ടിടം അപകടാവസ്ഥയിലായിരിക്കെ നന്നാക്കാൻ. ഇതിന് പക്ഷേ അംഗീകൃത റിപ്പോർട്ട് അതോറിറ്റിക്ക് സമർപ്പിക്കണം. 3. ഉടമസ്ഥനോ അയാളുടെ മക്കൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ എന്നിങ്ങനെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് താമസിക്കാൻ വേണമെങ്കിലും ഒഴിപ്പിക്കാം. കെട്ടിടം മാറ്റിപ്പണിതാൽ വാടകക്കാരന് അത് വർദ്ധിപ്പിക്കാനാകും. പക്ഷെ ഇതിനും അതോറിറ്റിയുടെ അനുമതി ആവശ്യമാണ്. പുതിയ നിയമപ്രകാരം അനധികൃതമായി വാടക ഉയർത്തൽ, അനാവശ്യമായി കരാർ റദ്ദാക്കൽ എന്നിവക്ക് 12 മാസത്തെ വാടക ഉടമസ്ഥൻ പിഴയായി നൽകേണ്ടി വരും. ഓരോ നിയമലംഘനത്തിനുമുള്ള പിഴയുടെ പട്ടിക റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി പുറത്തിറക്കും. ഓരോ പരാതികളിലും
റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് നിയമപ്രകാരം രൂപീകരിച്ച കമ്മിറ്റികൾ തീരുമാനങ്ങൾ കൈക്കൊള്ളും. 30 ദിവസത്തിനകം ജുഡീഷ്യൽ ബോഡികളിൽ ഇതിന്മേൽ അപ്പീൽ നൽകാം. പരാതി നൽകാൻ റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിയുടെ rega.gov.si എന്ന വെബ്സൈറ്റിലെ കോൺടാക്ട് അസ് എന്ന ടാബിലുള്ള കംപ്ലൈന്റ് ലിങ്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും കെട്ടിടങ്ങൾ അനധികൃതമായി വാടക വർദ്ധിപ്പിച്ചാൽ അത് രഹസ്യ വിവരമായി റീഗക്ക് സമർപ്പിക്കാം. ഇതിന് 12,000 റിയാൽ വരെ പ്രതിഫലമായി ലഭിക്കും. റീഗ ബന്ധപ്പെട്ട അതോറിറ്റികളുമായി ചേർന്ന് നിയമങ്ങൾ നടപ്പാക്കും. വാടക നിരക്കിലെ ട്രെൻഡ് നിരീക്ഷിച്ച് അക്കാര്യം അപ്പോൾ സൗദി കിരീടാവകാശിക്ക് റിപ്പോർട്ടായി സമർപ്പിക്കണം. സൗദി കിരീടാവകാശി അധികാരത്തിലെത്തിയ ശേഷം സൗദിയിൽ വൻകിട പദ്ധതികൾ വർദ്ധിച്ചിരുന്നു. വിദേശ കമ്പനികൾ സൗദി ഭരണകൂടത്തിന്റെ കരാർ ലഭിക്കാൻ ഹെഡ്ക്വാർട്ടേഴ്സ് സൗദിയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതും വർദ്ധിച്ചു. ഇതോടെ കെട്ടിടങ്ങൾ നിറഞ്ഞു. ജോലിക്കാരും ഒഴുകിയെത്തിയതോടെ താമസ കെട്ടിടങ്ങളും നിറയാൻ തുടങ്ങി. ഈ ട്രെൻഡ് ദുരുപയോഗം ചെയ്താണ് പലരും തോന്നും പോലെ വാടക ഉയർത്തിയത്. വാടക വർദ്ധിച്ചത് ബിസിനസ് രംഗത്ത് മന്ദിപ്പിന് കാരണമായിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടികൾ. സൗദിയിൽ താമസിക്കുന്ന എല്ലാവരോടും ഈജാറിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈജാറില്ലാത്ത കെട്ടിടങ്ങൾക്കും പാർട്ടീഷൻ ചെയ്ത് ഉപയോഗിക്കുന്നവർക്കും പിഴയുണ്ടാകും. ഇക്കാര്യങ്ങൾ അതോറിറ്റിയിൽ പരാതിപ്പെടുകയും ചെയ്യാം. മലയാളികളിൽ പലരും നിലവാരം കുറഞ്ഞ കെട്ടിടങ്ങൾ പാർട്ടീഷൻ ചെയ്ത് പ്രവാസികളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതും നേരിട്ട് മന്ത്രാലയത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യാനാകും. സന്ദർശക വിസയിലെത്തുന്നവരിൽ പലരും വൻ നിരക്ക് നൽകിയാണ് നിലവിൽ റിയാദിൽ കഴിയുന്നത്. സൗദി കിരീടാവകാശിയുടെ നീക്കം വരും മാസങ്ങളിൽ റിയാദിൽ വാടക നിരക്ക് കുറക്കുമെന്ന് അന്താരാഷ്ട്ര ഏജൻസികളും മുനിസിപ്പൽ ഹൗസിംഗ് മന്ത്രാലയവും പറയുന്നു. ഇതിന് കാരണമുണ്ട്. റിയാദിന്റെ പല ഭാഗത്തും നിലവിൽ നിരവധി കെട്ടിടങ്ങൾ ഉയർന്ന വാടക വാങ്ങാൻ വേണ്ടി ഒഴിച്ചിട്ടതാണ്. എന്നുവെച്ചാൽ കൂടുതൽ നിരക്കിൽ ആളെത്താൻ വേണ്ടി ഒഴിച്ചിട്ടത്. 5 വർഷത്തേക്ക് നിരോധനം വന്നതോടെ ഇവയെല്ലാം ഇനി പഴയ നിരക്കിൽ നൽകേണ്ടി വരും. മാത്രവുമല്ല, പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ സൗദികൾ ഉൾപ്പെടെ താമസം ആരംഭിക്കുമ്പോൾ പഴയ കെട്ടിടങ്ങൾക്ക് നിരക്ക് കുറയുകയും ചെയ്യും. ഇതിന് പക്ഷേ സമയമെടുക്കും. വ്യാപാരികൾക്കും പ്രവാസികൾക്കും കുടുംബങ്ങൾക്കും നേട്ടമാണ് നിലവിൽ പ്രഖ്യാപിച്ച നീക്കങ്ങളെല്ലാം. പ്രവാസികളുടെ പ്രതിസന്ധി കൂടി കണക്കിലെടുത്താണ് തീരുമാനമെന്ന് മന്ത്രാലയം പറയുന്നുണ്ട്. ഈ വർഷം മറ്റൊരു നിയമം കൂടി സൗദി കിരീടാവകാശിയുടെ നിർദ്ദേശപ്രകാരം പുറത്തിറക്കിയിരുന്നു. വൈറ്റ് ലാൻഡ് ടാക്സ് നിയമം. നഗരങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിക്ക് നികുതി ഏർപ്പെടുത്തിയതായിരുന്നു ഈ നിയമം. ഇതിന് കാരണം നഗരത്തിനുള്ളിൽ ഭൂമി വില ഉയരാൻ വേണ്ടി കെട്ടിടങ്ങൾ പണിയാതെ കാത്തിരിക്കുന്നത് പതിവായിരുന്നു. ഹെക്ടർ കണക്കിന് ഭൂമി ഇതുപോലെ ഒഴിഞ്ഞു കിടന്നു. വൈറ്റ് ലാൻഡ് ടാക്സ് നിയമപ്രകാരം ഉപയോഗിക്കാത്ത ഭൂമിക്ക് വാർഷിക ടാക്സ് 2.5% നിന്നും 10% ഉയർത്തി. ഉപയോഗമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾക്കും ഈ നികുതി ബാധകമാണ്. 5000 ചതുരശ്ര മീറ്ററോ അതിൽ കൂടുതലോ വരുന്ന ഒറ്റയോ അതിലധികമോ ഉള്ള ഭൂമികൾക്കാണ് ഈ ടാക്സ് ബാധകമാവുക. ഇതോടെ വൻ നികുതി ഓരോ വർഷവും ഭൂ ഉടമകൾ അടക്കേണ്ടി വരും. അത് അടക്കാതിരിക്കാൻ 2 വഴിയേ അവർക്ക് മുന്നിലുള്ളൂ. ഒന്നുകിൽ ഈ ഭൂമി വിറ്റൊഴിവാക്കുക, അല്ലെങ്കിൽ അവയിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ആർക്കെങ്കിലും വാടകയ്ക്ക് നൽകുക. ഇതോടെ ഘട്ടം ഘട്ടമായി വാടക നിരക്ക് കുറക്കാനാകുമെന്നാണ് ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. 2 നിയമങ്ങളും പ്രവാസികളെ സംബന്ധിച്ച് ഗുണമാകും. നേരത്തെയുള്ള ഈജാർ കരാർ ഉടമസ്ഥന് കൂടുതൽ അധികാരം നൽകുന്നതായിരുന്നു. പുതിയ നിയമങ്ങൾ പക്ഷേ താമസിക്കുന്നവന്റെ അവകാശങ്ങൾ കൂടി സമ്പൂർണമായി സംരക്ഷിക്കുന്നു.